കോതമംഗലത്ത് സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ പുതുപ്പള്ളി സാധു വനത്തിലേക്ക് ഓടിപ്പോയി. വനപാലകരുടെ 20 അംഗ സംഘം ആണ് തിരച്ചിൽ നടത്തിയിരുന്നത്. വിജയ് ദേവരക്കൊണ്ടയുടെ സിനിമാ സെറ്റിൽ നിന്നാണ് സംഭവം. 5 ആനകളായിരുന്നു തെലുഗു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഇവിടെ എത്തിച്ചിരുന്നത്. 5 ആനകളിൽ 3 പിടിയാനകളും 2 കൊമ്പനാനകളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 2 കൊമ്പനാനകൾ തമ്മിൽ ആണ് കൊമ്പ് കോർത്തത്. അതിൽ പരിക്കേറ്റ പുതുപ്പള്ളി സാധു ആണ് വനത്തിലേക്ക് ഓടിപ്പോയത്. 5:30 മുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടും അതിൻ്റെ കൂടെ മഴയുള്ളതുകൊണ്ടും മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ടും 20 അംഗ സംഘം തിരച്ചിൽ നിർത്തിവെച്ചു. നാളെ രാവിലെ 6:30 തിരച്ചിൽ പുനരാരംഭിക്കാമെന്ന പ്രതീക്ഷയിൽ ആണ് വനപാലകർ. പാപ്പാന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനം വകുപ്പിന്റെ 2 റേഞ്ചുകളിൽ 60 പേരെ തിരച്ചിലിനായി സംഭവ സ്ഥലത്ത് എത്തിക്കും. പാപ്പാന്മാരെ കൊണ്ട് തന്നെ നാളെ ആനയെ പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് വനപാലകർ പ്രതീക്ഷിക്കുന്നത്. രാത്രിയിൽ ഇവിടെ വനപാലകരുടെ നിരീക്ഷണം ഉണ്ടാവും. കൂട്ടാനയുടെ കുത്തേറ്റ് പരിക്ക് പറ്റിയ പുതുപ്പള്ളി സാധു വനത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സിനിമാ ഷൂട്ടിങ്ങിൽ ആയതിനാൽ ആനയുടെ ശരീരത്തിൽ ചങ്ങലകൾ ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി, ധാരാളം കാട്ടാനകൾ ഉള്ള സ്ഥലത്താണ് പുതുപ്പള്ളി സാധു ഉൾക്കാട്ടിൽ ഓടി ഒളിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ആനക്കൂട്ടത്തിന്റെ മുൻപിൽ നാട്ടാനയായ പുതുപ്പള്ളി സാധു ചെന്നുപെട്ടാൽ കാട്ടാനകളുമായി ഏറ്റുമുട്ടൽ നടക്കാൻ സാധ്യതയുണ്ട്.